ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഭയങ്കര ഈസി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 200 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അധികം ചിക്കൻ ആവശ്യമായിട്ടില്ല. ഇതുപോലെ എല്ലില്ലാത്ത പീസാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ചിക്കന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താലും മതിയാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കന് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി വെച്ചിട്ട് ബാക്കി വന്നുള്ള ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ചിക്കൻ നല്ല പോലെ വെന്തിട്ട് ഇതിൽ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളമൊക്കെ 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ചിക്കൻ നല്ല പോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇനി മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള 2 നുള്ളു ഉപ്പും നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകരം ഓയിൽ എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കുക. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കണ്ട. ഉപ്പും കൂടെ ചേർത്താൽ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വയന്ന് കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കൂടുതലായിട്ട് തക്കാളി ചേർക്കേണ്ട. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ഒരു പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് വരട്ടെ. മസാല നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയെടുത്തുള്ള ആ ഒരു ചിക്കന് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കാം. മല്ലിയില നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഈ ഒരു മസാല വേണ്ടത്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് അതേ കപ്പിൽ വേണം ബാക്കിയുള്ളതും എടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ എടുത്തുള്ള ആ ഒരു സെയിം കപ്പിൽ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പാല് വേണ്ടെന്നുണ്ടെങ്കിൽ പകരമായിട്ട് വെള്ളം എടുത്താലും മതിയാകും. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ തന്നെ അടിച്ചിട്ടെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഒത്തിരി കട്ടിയായിട്ടും പോകരുത്, അധികം ലൂസായിട്ടും കിട്ടരുത്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇനി നേരത്തെ മസാല റെഡിയാക്കിയിട്ടുള്ള ഒരു സെയിം പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നേരത്തെ അടിച്ചെടുത്തുള്ള ഒരു മൈദൻ്റെ മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ചിക്കൻ മിക്സ് മൊത്തത്തിൽ ഇതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു മൈദൻ്റെ മിക്സ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വേണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ.
കൊടുക്കാനായിട്ട് എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ ചിക്കൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തുള്ള ചീസും കൂടി ഇട്ട് കൊടുക്കാൻ. ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചീസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് പോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകളിൽ ഇതാ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പോളയാണിത്. അപ്പോൾ അടുക്കി പിടിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കണം. ചീസ് മെൽറ്റ് ആവുന്ന സമയം മതി ഈ ഒരു പോളയും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ചീസും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതുപോലെ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്